അലക്കാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ട് അലക്കാൻ. അതാ ഞാൻ പറിക്കാൻ പോകുന്ന ഐറ്റം ഇതുണ്ടോ, ഇതിൽ നിറച്ചുണ്ട്. മീൻ പോകുന്ന ഒച്ചയാ മക്കളെ അത്. ഇവിടെ കുറേ വീഴും ചെയ്തിട്ടുണ്ട്. എന്താ അവിടെ ഉണ്ട്, ഞാൻ വരാം. ഇതുണ്ടോ, കുറേ വീഴും ചെയ്തതിന് ശേഷം ഞാൻ ആ കാക്കാനോട് ചോദിച്ചപ്പോൾ ഒന്ന് പറിച്ചോന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നല്ല ഇങ്ങനെ വീണോന്നല്ലേ, എനിക്ക് വേണം പറിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം മഴ ആയത് കാരണം അവർക്ക് ഇങ്ങനെ വിലയൊന്നുമില്ല പോലും. എന്താ നല്ല രസം കണ്ടോ. ഇതെന്തോ ഇത് മൂത്തതാണോ എന്തോ അറിയില്ല, മൂത്തതാണോ പറിച്ചാലും. പക്ഷെ ഇത് വലിയ ടേസ്റ്റില്ല. ഞാൻ വീണതൊക്കെ പഴുപ്പിച്ചിട്ടുണ്ടായി. കുറേ കാറ്റിന് വീണോ അത് ഞാൻ പഴുപ്പിച്ചിട്ടുണ്ടായി. പക്ഷെ മഴ പെയ്തതിന് ശേഷം ഫുള്ള് വെള്ളം ഇതിനകത്ത്. അതുണ്ടോ, അത് നിറയെ ഉണ്ട്. ഇതൊന്ന് പറിക്കട്ടെ. അവിടെ വായിച്ചോ, ഇതുണ്ടോ കുറേ ഉണ്ട്. ഇതിന് മുകളിൽ നിറയെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആരൊക്കെ വീട്ടിലിതുണ്ട്. പണ്ടൊക്കെ എനിക്ക് സാധനം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ പറയാനേ ഇഷ്ടം പോലെ കിട്ടാൻ തുടങ്ങി. ആദ്യമൊന്നും അങ്ങനെ വർഷത്തിലൊരിക്കൽ എൻ്റെ തറവാട്ടിലിതുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. 2 മരം ഉണ്ട് കേട്ടോ. ഇവിടെ ഉള്ളത് വേറെയാ, ഇത് വേറെയാ. എവിടെ കളയല്ല, ഇത് വേറെയാണ്. പാമ്പുണ്ടാവും, പേടിയാവും. ഇതൊരു തോട്ടമാണ്, അപ്പോൾ കാപ്പിത്തോട്ടം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമെന്നൊരു പേടി. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് വേറെയും ഇതിൻ്റെ ടേസ്റ്റ് വേറെ. ഇവിടുന്ന് രാവിലെ എനിക്കൊരു കുമില കിട്ടിട്ടോ. എന്താ പറയാം, അവിടെ പറിക്കാനെത്തൂല്ല. പിന്നെ ഉള്ളത് ഇവിടെ കരിമ്പാണ് കേട്ടോ. കരിമ്പുണ്ട് ഇവിടെ. പറിക്കട്ടെ. അപ്പോൾ തന്നത് ഇവിടെ, അതെടുത്ത് വെക്ക്. ഇഷ്ടം പോലെ ഉണ്ട്. പഴുത്ത ഇട്ട് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടം. എൻ്റെ മോളങ്ങനെ കഴിക്കൂല ഇത്. എന്താ വെച്ചാൽ ഇതിങ്ങനെ കുഴഞ്ഞിട്ടല്ലേ നിൽക്കുക. നമ്മൾ ജ്യൂസ് ആക്കുന്ന സമയം 2 പറിച്ചു. ഇത് വേറെ കേട്ടോ. ഇതാ പക്ഷേ ടേസ്റ്റ് കൊണ്ട് എങ്ങനെയാണെന്ന് അറിയുന്നില്ല. കാഴ്ചയിൽ ഇത് രണ്ടും വ്യത്യാസമുണ്ട്. വലുപ്പമൊക്കെ തന്നെ, പക്ഷെ